എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിങ്ങളാണ് ഭാവിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനവും നടത്തി സുന്നത്ത് ജമാഅത്ത് നിലനിർത്തേണ്ടവർ നിങ്ങളാണ്. അതിനാൽ നല്ല ഫഹ്മോടുകൂടി അഖ്ലോടുകൂടി അധ്വാനത്തോടുകൂടി നിങ്ങൾ ധാരാളം ഇൽമു പഠിക്കണം. ഇൽമിൽ തന്നെ സമയം ചെലവഴിക്കണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻപല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീനല്ലേ? അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീനല്ലേ? അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീനല്ലേ? അവിടുന്ന് നാടും വീടും വിട്ടുപോയി പോറ്റിയ ദീനല്ലേ? എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. ആ നബി നിങ്ങളെ ഖൽബിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുമ്പോൾ അവിടുന്ന് ത്യാഗം സഹിച്ച് വളർത്തിയെടുത്ത പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് എനിക്കെന്ത് സേവനം ചെയ്യാൻ കഴിയും? ഈ ചിന്ത നമ്മളെ ഖൽബിൽ വളരണം. അതിന് ഇസ്ലാമിന് സേവനം ചെയ്യാൻ ഏറ്റവും വലിയ സംഗതിയാണ് നമ്മൾ ആലിമീങ്ങളാവുക. കുൻആലിമൻ, നീ ഒരു ആലിമാവുക, അഥവാ ആലിമായി ജീവിക്കുക. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ അധ്വാനിച്ച് പഠിക്കുന്ന മുതഅല്ലിമാവുക. ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുന്നവനാവുക. ഇനി അഥവാ നിനക്ക് ആലിമാകാൻ പറ്റിയില്ല, മുതഅല്ലിമാകാൻ പറ്റിയില്ല, കേട്ട് ശ്രദ്ധിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ ഔ മുഹിബ്ബൻ, ഇൽമിനെ സ്നേഹിക്കുന്നവനാകണം. ഫലാ തകുൻ ഖാമിസാ, അഞ്ചാമനാകല്ലേ. ഇൽമിനെ സ്നേഹിക്കുമ്പോ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട് സ്നേഹമുണ്ടാകും, ഇൽമു പഠിപ്പിക്കുന്ന ആലിമീങ്ങളോട് സ്നേഹമുണ്ടാകും, ഇൽമു പഠിപ്പിക്കുന്ന ദർസിനോട് സ്നേഹമുണ്ടാകും, ഇൽമു പഠിപ്പിക്കുന്ന കോളേജിനോട് സ്നേഹമുണ്ടാകും, ഇൽമുമായി ബന്ധപ്പെട്ടതിനോടൊക്കെ സ്നേഹമുണ്ടാകും. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം ഈ ഇൽമു മുഴുവനും ലോകത്ത് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്.